ഏതാടാ ഇവൻ? ഇവൻ നമ്മൾ അശോകിന്റെ ചേർത്തടിച്ച്. നീ ഏതാടാ? എന്റെ പെണ്ണിനെ കയറി ചൊറിയാൻ ഞാൻ നോക്കിക്കണോ? ഞാൻ ആരാടാ ഈ ഗബ്രി? ഈ ഒരു കാര്യം ചെയ്, തൽക്കാലം ഇവിടെ കിടക്ക്. നിന്റെ ചേട്ടൻ വന്നിട്ട് ആലോചിക്കാം നിന്നെ വിടണ വേണ്ടയൊന്ന്. കണ്ണൂരിന്നാ സംസാരിക്കേ. നമ്മുടെ വണ്ടിയാളുകളെയും പോലീസ് വെക്കി. സ്പെഷ്യൽ ബ്രാഞ്ചാണെന്ന് കേട്ടത്. പണിയായല്ലേ? ലോഡുണ്ടായിരുന്നോ വണ്ടിയില്? ലോഡുണ്ടായിരുന്നു. ആരെങ്കിലും ഒറ്റിയതായിരിക്കും. ആശം പിടിക്കാൻ. എത്ര പേരാടാ പിടിയിലായത്? 5 പേരുണ്ടായിരുന്നണ്ണ. ബാക്കിയുള്ളവരുടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. ഓക്കെ അണ്ണ. കുമാരേ, അണ്ണ ആ ഡീലങ്ങ് ഉപേക്ഷിച്ചേക്ക്. ഓക്കെ അണ്ണ. ചേട്ടാ നിർത്തിയേട്ടാ, ഞാൻ ഇവിടെ നിൽക്കോളാം. എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഫോൺ നോക്കിയ തലവേനടാ. കാശ് കൊടുക്കാളന്മാരൊക്കെ തുരുതുര വിളിച്ചോണ്ടിരിക്കും. എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാടാ. പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. വല്ല ആത്മഹത്യ രക്ഷപ്പെടാ, അല്ലാതെ ജീവിതത്തിൽ നമ്മൾ ഗതി പിടിക്കുന്നു എനിക്കൊരു വിശ്വാസമില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. കണ്ട കണ്ട എടാ, നമ്മുടെ ജോർജ് അല്ലേ? ആ, ഇവൻ എത്ര സെറ്റപ്പായ? അതല്ലേ ഞാൻ പറഞ്ഞത്. അവനോട് കൂടിയാൽ നമ്മൾ രക്ഷപ്പെടും. അതിനാ അവനിപ്പോ എവിടെ? എറണാകുളത്തുണ്ട്. നമ്പർ ഉണ്ടോ? ആ. എങ്ങനെ കിട്ടി? മെസ്സഞ്ചർ ചാറ്റ് ചെയ്ത്. എങ്ങനെ പോവും? ബസ്സിന്. കാശുണ്ടായിരുന്നു. കടം മേടിക്കും. എന്നാ കമോൺ, ലെറ്റ്സ് ഗോ. എന്റെ മോനെ പൊളി. ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാലോ? എന്നിട്ട് വേണം കടം കൊടുക്കാനുള്ളവരൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഏറി പറയാൻ. അത് ശരിയാണ്ടാ, ഞാൻ അത്രയും കടന്നു ചിന്തിച്ചില്ല. നീക്കെന്തര ഇവിടെ? എടാ ജോർജ്, എടാ മോനെ, നീ വെളുത്തങ്ങ് സുന്ദരനായി പോയല്ലോ. ഞാൻ പണ്ടേ വെളുത്തതാ. എന്തിനോടെ പരിപാടി? എന്നാലും നീ രക്ഷപ്പെട്ടപ്പോ നമ്മളൊന്നും മറന്നില്ലല്ലോ അല്ലേ? ആര് രക്ഷപ്പെട്ടപ്പോ? ഒന്ന് പോടാ. നിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്ത പിക്സ് ആണ്. നീ ഇവൻ എന്താണ് ഞങ്ങളെ വിളിച്ചു വരുത്തത്? നീ സെറ്റ് വിളി കാണാനാ? ആര് വിളിച്ചു വരുത്തി? ഇവനെവിടെയാന്ന് എന്നോട് ചോദിച്ചു. ഞാനിവിടെയാന്ന് അവനോട് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞില്ലടാ, നമുക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ലെന്ന്. നമ്മളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കൂല. എന്താ ജോർജ് പ്രശ്നം? എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? ചേട്ടനേതാ? ജോർജ് എന്റെ വീട്ടിൽ താമസിക്കുന്നത്. എവിടെ ചേട്ടന്റെ വീട്? വേറൊന്നുമല്ല ചേട്ടാ, തിരിച്ചു പോകാനുള്ള ബസ് കാശില്ല. നാട്ടിലെ സാഹചര്യം വളരെ മോശം, അതുകൊണ്ടാണ്. വാങ്ങ
എന്തു പണിയാണ് മൂർത്തി നീ ചെയ്തു വെച്ചിരിക്കുന്നത്? ആ പയ്യൻ ഗബ്രിയലിന്റെ അനിയനാണ്. അവൻ എത്രയും പെട്ടെന്ന് നീ അഴിച്ചുവിട്. ആ പയ്യൻ എങ്ങോട്ടെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ ഈ ഗോഡവൺ നിന്ന് കത്തും. അഴിച്ചു വിടടാ അവനെ. നീ അഴിച്ചു വിടുന്നെങ്കിൽ അഴിച്ചു വിടും, അല്ലെങ്കിൽ ഞാൻ അഴിച്ചു വിടും. അവൻ എന്റെ പയ്യനാണ്. യുവദാസിന്റെ സ്വഭാവം കാണിക്കുന്നവരാ നായേ. തുറക്കടോ, തുറക്കാൻ. ചോദിച്ചേടാ, പയ്യൻ സേഫ് അല്ലേ? പയ്യൻ സേഫാണ്, പക്ഷേ ജോയ് ചേട്ടൻ സേഫല്ല. മൂർത്തി, ചിരിക്കടാ, ചിരിക്കടാ, ഇനി നിന്റെ തൊലിഞ്ഞു ചിരി. ചിരിക്കടാ, 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 ചിരിക്കാൻ, ചിരിക്കടാ, ചിരിക്കടാ. കേറി വാ. ഇതാണ് കേട്ടോ റൂം. താഴെ അവിടേക്ക് വെച്ചോട്ടാ. എന്താണെന്നാ ഒരെണ്ണം എടുക്കട്ടെ? എന്നാ എടുത്തോ, നല്ല ക്ഷീണമുണ്ട്. പോരാട്ടാ, ചെറുതൊരെണ്ണം അടിക്കാം. അടി വെച്ചാമാരെ കഴിക്കണില്ലേ? ഞാൻ കഴിക്കാം, നിങ്ങ അടിയാദ്യം. ജോർജ് കഴിക്കണ്ട? വേണ്ട, നീ കഴിച്ചോ. ബ്രോ, നമ്മ രക്ഷപ്പെടും ബ്രോ, നമ്മ രക്ഷപ്പെടും. ഇത് പിടിച്ചേ. നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ കിട്ടിയാ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ തൽക്കാലം? അതിന് 5 ലക്ഷം ആര് തരും? നിങ്ങൾക്ക് വിനായമൂർത്തി എന്ന ഒരാളെ കുറിച്ച് അറിയാവോ? ആരാത്? അയാൾ അയാളുടെ ഗോഡൌണിൽ ഒരു പയ്യനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ ഒരു കേടും കൂടാതെ പുറത്തിറക്കി തന്നെയെങ്കിൽ 5 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. എന്നാ ഇപ്പൊ തന്നെ പോയാ? നല്ല കാര്യം. വേറെ ആരെങ്കിലും പോയി ആ പയ്യനെ ഊരി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി ഊരി എടുത്താ ആ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. കമോൺ ചേട്ടാ, ഈ മൂർത്തി ആളെങ്ങനെ? പഞ്ചപാവം മനുഷ്യനാ. ആ
അണ്ണ മട്ടാഞ്ചേരിന്ന് ദേവസ്യം വിളിച്ചിരുന്നു. ഗബ്രിയേൽ നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല. സൗത്ത് ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്കുള്ള ഒരു ഗ്യാങ്സ്റ്ററാണ് അവൻ. നമ്മൾ കൂട്ടിയ കൂടുതലണ്ണ. നമ്മുടെ ആളുകൾ എവിടെ എത്തി? കുറച്ചു നേരത്തെ വിളിച്ചപ്പോൾ മലപ്പുറം കഴിഞ്ഞെന്നാ പറഞ്ഞ. അണ്ണ ദേവസ്യ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഗബ്രിയലിന്റെ അനിയനാണെങ്കിൽ ഇതിനോടകം നമ്മുടെ ഗോഡൗൺ അവരുടെ ആൾക്കാർ വളഞ്ഞിട്ടുണ്ടാവും. ദാ, ഇവിടെ വാ. ദാ, ഈ ഗോഡൌണിന്റെ ചുറ്റുവട്ടത്തെ പരിസരത്തെ പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ട പിടിച്ചോണ്ട് വാ. എന്താണ് പ്രശ്നം? പറയണേ കേക്കടാ. തോറ്റ ചരിത്രം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാ കാണാണ് മൂർത്തിയുടെ ഗോഡൗൺ. നിങ്ങളുടെ ആരെയും മൊബൈലിങ് തന്നെ കോള് കിട്ടിയണ്ട, പോക്കറ്റിലിട്ടത്. അവിടെ പയ്യൻ സേഫ് ആണെന്ന് അറിയണം, അവിടെ എത്ര പേരുണ്ടെന്നും കൂടി അറിയണം. ജോർജ്, നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. എടാ നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പൈസക്ക് എനിക്ക് ആവശ്യമുണ്ടാ. എന്താടാ കുമാരെ, അവർ ഫോൺ എടുക്കുന്നില്ലേ? ഇല്ലണ്ണ, അവര് സ്വിച്ച് ഓഫാ. എന്താടാ കുമാരൻ നീ പറയണത്? 4 പേര് ഫോൺ ഒരുമിച്ച് സ്വിച്ച് ഓഫ് ആവും? അതെണ്ണ. അണ്ണാ ഇനി ഗബ്രിയേൽ എങ്ങാനും. ഗബ്രി 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 ആരാടാ ഈ ഗബ്രി? ഇവിടെ ആരാടാ ഈ മൂർത്തി? ഞങ്ങൾ ആ പയ്യനെ കൊണ്ടുപോകാൻ വന്നേ. ഇന്നിരുട്ടും മുമ്പ് അവന് വീട്ടിലെത്തിക്കാമെന്ന് ഞങ്ങൾ വാക്ക് കൊടുത്താണ്. ഇമാരിട്ട് മുങ്ങി നമ്മളുടെ ഈ സ്ഥലം മുഴുവൻ ഗബ്രിയലിന്റെ ആളുകൾ വളഞ്ഞിരിക്കുക. ഞാനൊരു കണക്കിനാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത്. തൽക്കാലം പയ്യനെ ഇവരുടെ കൂടെ വിടുന്നതായിരിക്കും ബുദ്ധി. നമ്മുടെ ആളുകൾ എവിടെ എത്തി? ചാവക്കാട് കഴിഞ്ഞോളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ. പക്ഷേ നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ കണക്ക് തീർത്തിരിക്കും. ആ പയ്യനൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂടുതലുള്ള പണിതുകൊണ്ടിട്ടാണ് ഞങ്ങളവനെ പിടിച്ചോണ്ട് വന്നത്. നിങ്ങളായിട്ടൊരു ഫൈറ്റ് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഞങ്ങൾക്കൊരു താല്പര്യമില്ല. ആ പയ്യനെ കിട്ടിയാ ഞങ്ങൾ അങ്ങ് മുക്കോളാം. ഗബ്രി ആരായിരുന്നാലും എവിടെയായിരുന്നാലും അവൻ്റെ കയ്യും കാലും കെട്ടി ഞാൻ എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരും. ആയിക്കോട്ടെ, അത് ചേട്ടാ എന്താന്ന് ചെയ്തു. എടാ 5 ലക്ഷത്തിൽ 2 ലക്ഷം എനിക്ക് വേണം. ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്.
അതെന്ത് പരിപാടിയാണ്? നിന്നേക്കാൾ പൈസക്ക് ആവശ്യം എനിക്കാണ്. എടാ ഈ ജോർജിന് 1 ലക്ഷം കൊടുത്താൽ മതി, ബാക്കി 4 നമുക്ക് 2 ആക്കാം. നമ്മളല്ലേ ഇയാളുമായി സംസാരിച്ച് ഡീലാക്കിയത്. ജോർജ് ഒരു അക്ഷരം മിണ്ടിയ. ഇനി ആ മാർട്ടിൻ തെണ്ടി അങ്ങനെ കമ്മീഷൻ ചോദിക്കോ? ഏട്ടാ ഏട്ടാ ചേട്ടാ ആ സാരല്ലടാ, നമുക്ക് പോവാം. വാ. യാ! ആരാടാ നീ? എന്താണ് നിന്റെ പേര്? ജോർജ് ഗബ്രിയേൽ. മൂർത്തി അപകടകാരിയാണ്. നമ്മൾ നേരിട്ട് കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പയ്യന്റെ ജീവന്റെ കാര്യത്തിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഏകദേശം 400ഓളം ഭ്രാന്ത് പിടിച്ച ചെറുപ്പക്കാർ അവൻ്റെ ഒപ്പം ഉണ്ട്. ഗോഡൌണിൽ നിന്ന് ഇറങ്ങുന്ന ഒരുത്തിനും തിരിച്ചു കയറില്ല. പക്ഷേ അതിനുള്ളിൽ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ ആരാണെന്ന് ആർക്കും ഒരു സംശയം തോന്നരുത്. അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മൂർത്തിയെക്കുറിച്ച് അറിയാവുന്ന ആരും ഇങ്ങനെയൊന്നും കയറി കൊടുക്കില്ല. യുവമാരെ കിട്ടിയ നമ്മുടെ ഭാഗ്യം. ജീവനോടെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. അവരെന്റെ കൂട്ടുകാരാണ്. അവരുടെ ജീവൻ എനിക്ക് വിലയുണ്ട്.